சாயவா அடி சாய அடி பெண்ணே ஒரு முறை நீ சிரித்தால் என் நெஞ்சின் உள்ளே மலையடிக்கும் அடி பெண்ணே ஒரு முறை நீ சிரித்தால் என் நெஞ்சின் உள்ளே மலையடிக்கும். ആ മാമ എന്താടാ? കുക്കി എവിടാന്ന് കാണുന്നില്ല. ആ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞ മുകളിലോട്ട് പോയി. അപ്പൊ ഞാൻ ഇപ്പൊ വരാമേ. നിക്കടാ അവിടെ. നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ? നീ ആ മോളിൽ ഇരിക്കുന്ന പൊടി ഇങ്ങെടുത്ത. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഏത് സമയത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഇവിടെ ഒന്നും ഇല്ല. നോക്കാൻ പറ്റിയ അവസരം. എന്താ എന്നെ നിന്ന് മറച്ചേന്ന് എനിക്കറിയണമല്ലോ. ആ ബുക്ക് കണ്ടെടുത്തിട്ടേ ഉള്ളൂ ആകെ കാര്യം. ഹാവ് അങ്ങനെ എന്തായാലും എത്തി. ഇത് ഡയറി അല്ലേ? എന്റെ പ്രാണന്റെ പാതിയായി കളിക്കൊണ്ടുവരിച്ചു. ഇന്നലെ വരെ നിന്നോടുള്ള വികാരം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ കണ്ടതിന് ശേഷം മനസ്സിലാക്കി ആ വികാരം നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. ആ പ്രണയത്തിൽ ചർച്ച കവിത നിനക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. ഈ കവിതയ്ക്കൊപ്പം ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. നിന്റെ മാത്രം വിച്ചേട്ടൻ. കുക്കി എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? ഇതെന്താ വിച്ചേട്ടാ? ഇതിന്റെ അർത്ഥമെന്താ? അത് ഇത് കണ്ടപ്പോ ഞാൻ എത്രത്തോളം വിച്ചേട്ടൻ അറിയാമോ? പിന്നെ എന്തിനാ വിച്ചേട്ടാ എന്നോട് ഇത്ര വെറുപ്പ് കാണിച്ചത്? വെറുപ്പും എനിക്ക് അത് നിന്നോട് ഓർമ്മച്ച നൽകുന്നത് എന്തിനും ഏതിനും എപ്പോഴും നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ നിന്നെ പെട്ടെന്നൊരു ദിവസം കാണാതായി. അതൊന്നല്ല രണ്ടല്ല 2 ആഴ്ചയോളം. അന്നായിരുന്നു ഞാൻ നിന്റെ സാന്നിധ്യം എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. ആ 2 ആഴ്ചയ്ക്ക് ശേഷം നീ എൻ്റെ മുമ്പിൽ വന്നു. അതിനു മുമ്പ് കാണുന്നത് പോലെ ആയിരുന്നില്ല താനെന്ന്. ദാവണി ചുറ്റി മുല്ലപ്പൂവും ചൂടി കണ്ണിൽ നീട്ടി മഷി എഴുതി ചുണ്ടിൽ ചായം തേച്ച് ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന തന്നെ എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ എൻ്റെ കണ്ണിറയെ തന്നെ കാണുകയായിരുന്നു. തന്നെ നോക്കുന്ന ഓരോ നോട്ടും എൻ്റെ ഉള്ളിൽ എന്താ ഫീൽ എന്ന് വെച്ച് അത് പറയാൻ എനിക്ക് വാക്കുകളില്ല. അന്ന് ആദ്യമായി ആ കൊച്ചു ചെറുക്കൻ മനസ്സിലാക്കി ഈ കുഞ്ഞിപ്പെണ്ണിനെ അവൻ പ്രണയിക്കുകയാണ്. അവൻ പ്രണയിക്കാൻ തുടങ്ങിയെന്ന്. അന്ന് ഞാൻ കുത്തിക്കുറച്ചതാ ഈ കവിത നിനക്ക് വേണ്ടി, അല്ല എൻ്റെ പ്രണയിനിക്ക് വേണ്ടി. പക്ഷേ അതിന് കുറച്ച് നാൾക്ക് ശേഷം നീ എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും നീ എന്നോട് കാണിക്കാതിരുന്നപ്പോൾ സത്യം എനിക്ക് വിഷമവും അതിൻ്റെ കൂടെ ദേഷ്യവും കൂടി വന്നു. അന്ന് തൊട്ടാണ് ഞാൻ നിന്നോട് വഴക്കിടാൻ തുടങ്ങിയത്. അത് അങ്ങനെയല്ല. ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടന്നയാ. എന്തിന്? അത് പിന്നെ എനിക്ക് പഴയതുപോലെ വിച്ചേട്ടനുമായിട്ട് കൂട്ടുകൂടാൻ കഴിയില്ലായിരുന്നു. വിച്ചേട്ടൻ്റെ ഓരോ സ്പർശനവും നോട്ടവും എന്നെ ഒരുപാട് തളർത്തിക്കൊണ്ടിരുന്നു. എനിക്കത് വിച്ചേട്ടനോട് പറയാൻ കഴിയാത്ത അവസ്ഥയെ ഞാൻ അതുകൊണ്ടാണ് വിച്ചേട്ടനോട് അവോയ്ഡ് ചെയ്തത്. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എനിക്കിഷ്ടം എൻ്റെ വിച്ചേട്ടനെ. ഐ ലവ് യു വിച്ചേട്ടാ. നീ അവൻ്റെ പിന്നെ ഞാനില്ല. ഒരു തൂമഞ്ഞിൻ വൈഡൂര്യം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി നീ. ഒരു മൂവന്തി പൊൻകിണ്ണം ഞാൻ തന്നപ്പോൾ പൊന്നിൻ പുലർക്കാലം പകരം
സ്വപ്നമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. അവിടെ നിൽക്കും, നീ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പോവാൻ നീ അവിടെ നിൽക്ക്. ഒരു മത്ത പിടിപ്പിക്കുന്ന മണോ പെണ്ണെ നിനക്ക്. കുക്കി കുഞ്ഞാറ്റ പറഞ്ഞ കണക്ക് ആർക്കും വേണ്ടി ഒരു കുഞ്ഞിനെ. നിക്കവിടെ. എന്തിനാണ് നീ എന്നിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? നീ എന്റേതാണ്, എന്റേത് മാത്രം. നിന്റെ ചുണ്ടിലെ മറുക് എന്നെ എത്രത്തോളം തളർത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിന്റെ സുഗന്ധവും സാമീപ്യവും എന്നിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇല്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുക്കി നിന്നെ എന്റേത് മാത്രമാക്കിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും. പ്ലീസ് കുക്കി. കുക്കി ഐ ലവ് യു കുക്കി. എന്റെ സ്വന്തമാവില്ലേ നീ? എനിക്ക് പേടിയാ. എന്തിനാണ് പേടിക്കുന്നേ? തന്റെ വിച്ചേട്ടനല്ലേ? I need you badly and deeply. I love you Cookie. I love you so much. എനിക്ക് തന്നെ വേണം. I'm sorry Cookie. ഞാൻ കുറച്ച് ഹാഡാണ്. തനിക്ക് നന്നായി വേദനിക്കും. തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. പ്ലീസ് പ്ലീസ്. I'm sorry മോളെ, നിന്നെ വേദനിപ്പിക്കുന്നതിന്. എനിക്ക് വേദനിക്കുന്നു. I understand, but I can't control. Please stop. തനിക്ക് നന്നായി വേദനിച്ചോടാ. സോറിടാ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ. Love you, Cookie. Love you so much.
പാവം. ഹേയ്, എഴുന്നേക്കടോ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്തിനാ വിച്ചോട്ടാ ഇങ്ങനെ ചിരിക്കുന്നേ? ഹേയ്, എന്താ വിച്ചോട്ടോ? അതെ, ഇന്നലെ തന്റെ കാല് രണ്ടും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ കളിയാക്കമില്ലേ? കാണിച്ചു തരാൻ ഞാൻ. എന്റെ പൊന്നു, ഞാൻ ആകെ ടെമ്പർ തെറ്റിയൊക്കെ. ഇനി കാണിച്ചാൽ നീ താങ്ങൂല. കുക്കി, ഒരുപാട് വേദനിച്ചോ നിനക്ക്? കുഴപ്പമില്ല വിച്ചേട്ടാ. എങ്കിൽ താൻ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് താഴോട്ട് പോവാം. ശരി വിച്ചേട്ടാ. എന്തു പറ്റി? ഒന്നുമില്ല. ഇത് ബ്ലഡ് അല്ലേ? മൈ ഗോഡ്, ഒരുപാട് വേദനിച്ച് കാണാവക്കല്ലേ? വിച്ചേട്ടൻ ആ, താൻ വന്നോ? എടോ, താൻ ഇനി കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങി പോകണ്ട. തനിക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിച്ച് താൻ ഈ മെഡിസിനും കൂടെ കഴിക്കുക. അപ്പോൾ വേദന കുറച്ച് കുറഞ്ഞു കിട്ടും. എന്താ താനെന്തോന്നും മിണ്ടാത്തെ? എന്താണ്, എന്തു പറ്റി? ഒന്നുമില്ല വിച്ചേട്ടാ. തനിക്ക് വയ്യായോ? ഡോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല വിച്ചേട്ടാ. താൻ അത് വെറുതെ പറയുമെന്ന് എനിക്കറിയാം. അത് വിച്ചേട്ടാ, ചെറുതായിട്ട് ഒരു വയറ്റ് വേദന. ഞാനൊന്ന് കിടക്കട്ടെ വിച്ചേട്ടാ. നിക്ക്, താനൊന്നും കഴിച്ചില്ലല്ലോ. കഴിച്ച് ഈ ഗുളിക കഴിച്ചിട്ട് കിടക്ക്. ശരി വിച്ചേട്ടാ, ഞാൻ കഴിച്ചോളാം. വിച്ചേട്ടൻ പൊയ്ക്കോളൂ. കുക്കി മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല വിച്ചേട്ടാ, വിച്ചേട്ടൻ പൊയ്ക്കോ. ഞാനിന്ന് റെസ്റ്റ് എടുത്താൽ മാറിയത്. ഞാൻ ഓക്കെയാ, പൊയ്ക്കോ. ഞാൻ പൊയ്ക്കോളാം, നീ ഉറങ്ങിക്കോ. ഹലോ, എടാ മനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, ഞാൻ നല്ല കെയറിങ്ങിലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല അബദ്ധം പറ്റിയെന്ന് അവക്ക് നല്ല പെയിൻ ഉണ്ടടാ. നീ പേടിക്കണ്ട, ഇതിനൊക്കെ എന്തിനാ പേടിക്കുന്നേ? ഇതൊക്കെ റെസ്റ്റ് എടുത്താൽ തീരുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ലടാ, നിന്റെ ഒരു കാര്യം. ലീ എന്ന് വരും, ഞാൻ അവളെ കൂട്ടി അങ്ങോട്ട് ഇറങ്ങാം. ആ ശരിയടാ വിച്ചു. ആ, നീ പറയുന്നേട്ടാ ഞാൻ കേട്ടു. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് പെട്ടെന്ന് ഇങ്ങനൊക്കെ കണ്ടപ്പോ നീ അതൊക്കെ വിട്. വാ, അവളെ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് ഓഫീസിൽ വരെ പോയിട്ട് വരാം. ശരിയടാ. ഇയാള് ദൂരെ എഴുന്നേറ്റില്ലേ? ബ്ലഡ്, നോ. കുക്കി, ഇവളെന്താ എഴുന്നേക്കുന്നത്? വിച്ചേട്ടാ, വിച്ചേട്ടാ എന്താ ഇങ്ങോട്ട്? വിച്ചേട്ടാ, ജിത്തു, എന്താണ് ഞാനിവിടെ നിപ്പോണ്ട്? എന്താ നീ കിടന്ന് അലർന്നേ? ബ്ലഡോ? നീ എന്തൊക്കെയാണ് പറയുന്നേ? കുക്കി അവിടെ. വിച്ചേട്ടൻ എന്താ പറ്റി? ഓ മൈ ഗോഡ്, പീരിയഡ്സ് ആയോ? എനിക്ക് വയ്യ തൊല്ല. ഓക്കെ, എന്താ ചേച്ചി, നിനക്കെന്താ പറ്റിയേ? എന്ത് പറ്റാൻ? അല്ല, വിച്ചു കിടന്ന് ബഹളം വെക്കുന്നത് എന്താ കാര്യം? എന്റെ പൊന്നു ചേച്ചി, ഈ ബ്ലഡ് കണ്ടിട്ടായിരിക്കും. ഞാൻ പീരിയഡ്സ് ആയതാ. ഞാൻ പറയുന്നതിന് മുമ്പേ പോയില്ലേ? നാറി, മിണ്ടി പോകരുത്. എടാ, കയ്യൂക്കിനൊന്ന് തരിച്ചതയ്ക്കും ഞാൻ. എന്താടാ? എടാ,
അവൾ പീരീഡ്സ് ആയതില്ലയോ, അതിനാന്ന് നീ കിടന്ന് വെള്ളം വെച്ചത്? പീരീഡ്സാ? എനിക്കറിയില്ലായിരുന്നടാ. എന്തായാലും നല്ല പണിയായി പോയി കേട്ടോ. ഇവിടെ ഇനി അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പയും അമ്മയും പേടിച്ചു പോയി. അച്ഛേ, ഞാനിനി എന്ത് ചെയ്യും? നീ ഇനി അവളുടെ അടുത്തോട്ട് ചെല്ല്. ഓക്കെടാ, ഞാൻ എനിക്ക് ഒന്ന് പോയിച്ചു വരാം. കൊക്കി, എന്റെ പൊന്നു വിച്ചേട്ടാ, നിങ്ങൾ എന്നെ നാണം കെടുത്തു. എന്റെ പെണ്ണ്, ഞാൻ പേടിച്ചു പോയതുകൊണ്ടല്ലേ. ഈ ലോകത്ത് എനിക്ക് നിന്നെക്കാട്ടിലും വലുതായി മറ്റൊന്നും തന്നെയില്ല. നിനക്കൊരു പോറിൽ പറ്റിയാൽ പോലും എനിക്കത് സഹിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പ്രാണൻ പോകുന്നതിന് തുല്യമാണ്. എന്നോട് ക്ഷമിക്കുവാണേ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെയൊന്നും പറയില്ല വിച്ചേട്ടാ. എന്റെ വിച്ചേട്ടൻ എന്ന് എന്റെ കൂടെ ഇങ്ങനെ കണ്ടാ മതി, എനിക്കത് മാത്രം മതി. തെന്നിയും തെന്നലായി നിന്നരുകെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താലെ പെണ്ണേ சேலை நெய்வே கண்ணே நாரத்தால் ஊராடை சூடிக்கொள்வேன் நானே ஆலோலம் கிளிமுத்தேவா ആതിരരാവിലൊരമ്പിളിയായി. എന്ത് കഴിച്ചാലും ഛർദില. ഞാൻ എന്ത് ചെയ്യും ദേവേട്ടാ? അതിന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണ്ടേ? അതിങ്ങനെ കഴിക്കാൻ പറ്റുന്നെങ്കിലല്ലയോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ലേ ദേവേട്ടാ? അതെ അതെ. അല്ല പെണ്ണ്, ഇതെങ്ങനെ ഇത് മുറിക്കുന്നത്? ഓ, ഇതെന്ത് പാടാന്ന. എന്റെ പൊന്നു ദേവേട്ടാ, നിങ്ങൾ അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ടോ? നിങ്ങളടുത്ത് ആര് പറഞ്ഞ് കിച്ചണിലോട്ട് കയറി വരാൻ? അതെന്റെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. അതാരാന്നാ? ഒന്ന് പോയി നോക്കേ ദേവേട്ടാ. ഹാ മോനെ, നീയോ? ആ കേറുക അങ്കിൾ. അത് ഹായ് പപ്പ. പപ്പ എന്താ ഒന്നും അനങ്ങാത്തെ? പപ്പയുടെ പാറുവാ. മോനെ, പപ്പ ഒരുപാട് മിസ് ചെയ്തു നിങ്ങളെ എല്ലാരെയും ഞാൻ. അമ്മയുടെ നാനുവേട്ട എന്നത്തെ കണക്കല്ല, ഇന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഇല്ല എന്റെ കുട്ടി മോളെ, ഞാൻ പറ്റിക്കില്ല. സത്യമായിട്ട് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകും. ഹാ, ഇതൊക്കെ ഇപ്പം? എടാ മനുവേ, ഇവരുടെ ടെറർ ആണല്ലേ. അല്ലാടാ മനു, നിങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞോ? അത് നമ്മൾ പറയാതിരിക്കുമോ? അവരെന്ത് പറഞ്ഞു? ഇപ്പൊ നടത്താന്ന് പറഞ്ഞടാ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം അപ്പോഴത്തെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്റെ വിവാഹം. ഇത് ഞങ്ങള് രണ്ടുപേരും എടുത്ത തീരുമാനം. അത്രയും നാളെ ഞങ്ങളൊന്ന് പ്രണയിച്ച് നടക്കട്ടാ. ഓ ആയിക്കോട്ടെ. അതാരാ? പാർവതി. എന്താ പാർവതി? പാർവതി? ആ ചേച്ചി, എന്താ ദേവേട്ടാ? ആരാ വന്നേ? ഹാ, പാറു? അമ്മ? അല്ല, നീ ഇപ്പൊ ആരെ കാണാൻ ഇങ്ങോട്ട് വന്നേ? എന്താ ഞങ്ങൾ രണ്ടുപേരും ചത്തോന്നറിയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് നീ ഇപ്പഴാണോ മനസ്സിലാക്കിയേ? അല്ല ഗായ്മോളെ, നിനക്ക് ഇന്നെന്താ തിന്നാൻ വേണ്ടേ? പറ. അവിടെ എന്താടാ ഒരു ബഹളം? അമ്മ, എന്താ ഇത്? ഇത്രയും നാളിന് ശേഷം എന്നെ കണ്ടപ്പോ എന്നെ ഇങ്ങനെ ചീത്ത പറയല്ലേ? നിന്നെ ഇനി പൂവിട്ട് പൂജിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കാം. എന്താ അത് മതിയോ? വേണ്ടാത്തരങ്ങളെല്ലാം കാണിച്ചു വെച്ചിട്ട് വന്നേക്കുന്നു. മമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? നീ പറ, ഞാൻ എന്താ വേണ്ടേ? അമ്മ, ഞാൻ വന്നില്ലേ? ഞാൻ വന്നില്ലേ അമ്മ? നിനക്ക് എപ്പോഴെങ്കിലും ഞങ്ങളെ ഓർമ്മ വന്നല്ലോ. എന്നെ വെറുക്കല്ലേ അമ്മ? എന്നെ വെറുക്കില്ല. മോളെ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? കേറി വാ. പാറേച്ചി, വലിയേച്ചി,
ചേച്ചിക്കുട്ടി പാറൂസേ, ചേച്ചിക്കുട്ടി നീ ഇത് എവിടായിരുന്നു ഇത്രയും നാള്? നിന്നെ തിരക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലാം പറയാം, ഇനി സമയമുണ്ടല്ലോ. ഇതെന്താ ഇത്? നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കാതെ കുഞ്ഞി, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാം മോളെ, എന്റെ കുഞ്ഞാറ്റെ. എന്റെ മോള് അമ്മയെന്നൊന്ന് വിളിയണ്ട എന്നെ. ഇത്രയും നാള് ഞാൻ കാണാതെ ശ്വാസം മുട്ടിക്കഴിയായിരുന്നു. പിന്നെ എന്റെ കുഞ്ഞിനെ വിട്ട് ഈ അമ്മയെങ്ങും പോവില്ല, ഈ അമ്മയെങ്ങും